സാറിന്റെ അടുത്ത പടത്തിലൊരു വേഷം ഞാനിനി എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ഒരു ക്യാമ്പസ് സിനിമയാണ്. ആക്ടേഴ്സ് റിജക്റ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് ദാറ്റ് ഈസ് പാർട്ട് ഓഫ് ദെയർ വർക്ക് അല്ലേ? പക്ഷെ നമുക്കത് അംഗീകരിക്കാൻ പലപ്പോഴും സാധിക്കുന്നില്ല. ഒരു ഓഡീഷനിൽ പോയി കഴിഞ്ഞാൽ ആ ഓഡീഷൻ എനിക്ക് വിൻ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം, ഓക്കെ. പക്ഷെ അതില്ലാതായി കഴിയുമ്പോഴേക്കും പലതരത്തിൽ നമ്മൾ മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. ആ ഓഡീഷൻ ഒന്നും ശരിയല്ല, അത് അങ്ങനെയാണ് ഇങ്ങനെയാണ്. നമ്മൾ നമ്മുടെ ഉള്ളിൽ ചില കാരണങ്ങൾ, എക്സ്ക്യൂസുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കും. ഓഡീഷൻസ് സ്വാഭാവികമായിട്ടും ഒരു ആക്ടർ പങ്കെടുക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് നമ്മളെ കാണിക്കാൻ, ലോകത്തിനെ കാണിക്കാൻ മറ്റെന്താണ് വഴിയുള്ളത് അല്ലേ? നമ്മൾ ആരും തന്നെ നിങ്ങൾ പോയി അഭിനയിക്കൂ, സിനിമയിൽ ഞാൻ ചാൻസ് തരാം എന്ന് പറഞ്ഞ് നമുക്ക് അങ്ങനെ ആരും ഗോഡ് ഫാദേഴ്സ് കൊണ്ടുവരുന്ന ആളുകളല്ല കൂടുതലും. ഞാൻ ഇത് കണ്ടുകൊണ്ടേയിരിക്കുന്ന ഒരാളാണ്. ഓക്കെ, അറിയിക്കാം കേട്ടോ, നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്, അറിയിക്കാം. അപ്പൊ പിന്നെ നമ്മൾ വെയിറ്റിങ്ങിലാണ്, വെയിറ്റിംഗ്. ഒരു പക്ഷെ ആ കോൾ ഒരിക്കലും വരലുണ്ടാവില്ല, ചിലപ്പോൾ വന്നിരിക്കാം. ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അതിൻ്റെ പിന്നണിയിലുള്ള ആളുകൾക്ക്, ഡയറക്ടർക്ക് നിങ്ങൾ അതിന് പ്രാപ്തനാണോ എന്ന് പരിശോധിക്കണം. അതല്ലാതെ എങ്ങനെയാണ് അയാൾ ഒരു സൗഹൃദം കൊണ്ട് മാത്രം, ഇല്ല, അത് സാധ്യമല്ല. ഇഫ് യു ആർ റിജക്റ്റഡ്, ഇറ്റ് ഈസ് നോട്ട് പേഴ്സണൽ, ഇറ്റ് ഈസ് കോണ്ടെക്സ്ച്വൽ.